അഭ്രപാളികളിൽ ചിരിവിസ്മയം തീർത്ത അതുല്യ കലാകാരൻ കലാഭവൻ നവാസിന് വിട. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ഹരിശ്രീ അശോകൻ, കലാഭവൻ ഷാജോൺ, നാദിർ ഷാ എന്നിവർ ആശുപത്രിയിലെത്തി. 51കാരനായ നടൻ ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ വൈകിട്ട് 4 മണി മുതൽ പൊതുദർശനം. 5:30-നാണ് ഖബറടക്കം. മൃതദേഹം ആലുവയിലെ വീട്ടിലെത്തിച്ചു. വിവരങ്ങളുമായി നവാസിന്റെ വസതിയിൽ നിന്ന് ബീന റാണി ചേരുകയാണ്. ബീന, വലിയ സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്ന ഒരു കലാകാരൻ കലാഭവനിൽ എത്തിയതോടെയാണ് വടക്കാഞ്ചേരിക്കാരനായ നവാസ് പ്രശസ്തിയിലേക്ക് ഉയരുന്നത്. അകാലമായ ഒരു മരണമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. എന്തെല്ലാം വിവരങ്ങളാണ് വീട്ടിൽ നിന്നും പങ്കുവയ്ക്കാനുള്ളത്? നീലിമ, അല്പം മുമ്പാണ് കലാഭവൻ നവാസിൻ്റെ ഭൗതിക ശരീരം ആലുവ കീഴ്മാടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിച്ചത്. രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ഏതാണ്ട് 12 മണിയോടെ പൂർത്തിയാക്കി പിന്നീട് വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇനി 3 മണിക്ക് ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ പൊതുദർശനമുണ്ട്. അതിനുശേഷം 5:15 ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ തന്നെയാണ് ഖബറടക്കം. എന്തായാലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമടക്കം നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായി ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളത്. ആർക്കും ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. തീർത്തും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ മതപരമായ ചില ചടങ്ങുകൾക്കായി അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീടിനുള്ളിലാണ്. അതിനുശേഷം പുറത്തേക്ക് കൊണ്ടുവരുമെന്നറിയുന്നു. എന്തായാലും സദാ പ്രസന്ന വദനനായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു കലാഭവൻ നവാസ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കുമൊന്നും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം ഉൾക്കൊള്ളാനായിട്ടില്ല. തികച്ചും ആകസ്മികവും അപ്രതീക്ഷിതവുമായ ഒരു മരണമായിരുന്നു. ഒരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കെ സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കി റൂമിലെത്തി തിരികെ ഈ കീഴ്മാട് 4-ാം മൈലിലുള്ള വീട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ് അദ്ദേഹത്തെ മരണം കൊണ്ടുപോയത്. എന്തായാലും സദാ പ്രസന്നതയോടെ തന്നെ എല്ലാവരോടും സംസാരിക്കുകയും മറ്റും ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു കലാഭവൻ നവാസ്. എല്ലാവരും അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ സ്മരിക്കുന്നത്. മലയാള ചലച്ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സംഭാവനകൾ നൽകാൻ കൂടി കഴിയുന്ന ഒരു വ്യക്തിത്വം ആയിരുന്നു കലാഭവൻ നവാസ് എന്ന മന്ത്രി പി രാജീവ് അനുസ്മരിച്ചു. നടൻ മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ളവർ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് തന്നെ എപ്പോഴും ചിരിച്ചുകൊണ്ട്, എപ്പോഴും സന്തോഷത്തോടെ നടന്നിരുന്ന ഒരാളായിരുന്നു കലാഭവൻ നവാസ് എന്നാണ്. കലാഭവൻ്റെ പേര് തന്നെ മേൽവിലാസത്തിലൂടെ തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു നടനെന്നതിലുപരി നല്ലൊരു ഗായകനും മിമിക്രി ആർട്ടിസ്റ്റുമെല്ലാമായിരുന്നു കലാഭവൻ നവാസ്. അദ്ദേഹത്തിന് എസ് ജാനകിയുടെ ശബ്ദത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഗാനം പ്രസിദ്ധമാണ്. അത്തരത്തിൽ മിമിക്രിയിലൂടെ തനതായ സ്ഥാനം സൃഷ്ടിച്ച് മലയാള സിനിമയിൽ തനതായ ഒരു വ്യക്തിത്വം പ്രകടിപ്പിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു കലാഭവൻ നവാസ്. ഇടക്കാലം കൊണ്ട് സിനിമയിൽ നിന്ന് മാറി നിന്നെങ്കിലും അദ്ദേഹം വീണ്ടും സിനിമയിൽ സജീവമാകാൻ തുടങ്ങുമ്പോഴാണ് ഇത്തരത്തിലൊരു ദുരന്തം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അകാല നിര്യാണം സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ രഹനയും ഒന്നിച്ച് പുറത്തിറങ്ങിയ ചിത്രത്തിൽ ഇഴ എന്ന ചിത്രമാണ് അടുത്തിടെ പുറത്തിറങ്ങിയത്. അതിൽ ഇരുവരും ഒന്നിച്ച്, ഒപ്പം തന്നെ അവരുടെ ഒരു മകൻ കൂടി ആ സിനിമയിൽ അഭിനയിച്ചിരുന്നു. ഇത്തരത്തിൽ സിനിമയിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. സുഹൃത്തുക്കൾ സ്മരിക്കുന്നത് തന്നെ വിശ്വസിക്കാനാകുന്നില്ല. ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ, യാതൊരു അസുഖങ്ങളും നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങുന്നത് പലർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല. എന്തായാലും ഇപ്പോഴും ഇങ്ങോട്ട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, ഒപ്പം തന്നെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും തന്നെ വീട്ടിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 3 മണിയോടുകൂടി ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം
5:15 ഖബറടക്കം നിശ്ചയിച്ചിട്ടുള്ളത്. മലയാള സിനിമ രംഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ് കലാഭവൻ നവാസിൻ്റെ മരണത്തോടെ സംഭവിക്കുന്നത്. അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങൾ എല്ലാം തന്നെ എടുത്തു നോക്കിയാൽ പ്രേക്ഷകരിൽ ചിരിപടർത്തുന്ന ചിത്രങ്ങളാണ് ഏറെയും. ആദ്യം ചൈതന്യം എന്നൊരു ചിത്രത്തിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്തുന്നതെങ്കിലും പിന്നീട് മിമിക്രി താരങ്ങൾ എല്ലാം ഒന്നിച്ച് മിമിക്സ് ആക്ഷൻ 500 എന്ന ചിത്രമാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത്. അതിനുശേഷം ഇങ്ങോട്ട് ചെറുതും വലുതുമായ ഒട്ടനവധി വേഷങ്ങൾ നവാസ് അവതരിപ്പിച്ചു. പ്രധാനപ്പെട്ട പല TV ഷോകളിലും അദ്ദേഹം വിധികർത്താവായും മറ്റും തിളങ്ങുകയും ചെയ്തു. എന്തായാലും വലിയ ജനക്കൂട്ടമാണ് ഇപ്പോൾ നവാസിന്റെ വീട്ടിലും പരിസരത്തുമുള്ളത്. കലാഭവൻ നവാസിന് വിട നൽകുകയാണ് കലാകേരളം. അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് അദ്ദേഹത്തിന്റെ ആരാധകരും നാട്ടുകാരും ബന്ധുക്കളും കുടുംബാംഗങ്ങളും എല്ലാം. സിനിമ മിമിക്രി താരങ്ങൾ അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ, ആദരാഞ്ജലി അർപ്പിക്കാൻ ആലുവ എടത്തലയിലെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് ബീന റാണി നൽകിയത്.